ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്യൂട്ടി ട്രിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ മിക്കവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡാർക്ക് എൽബോസ് ആൻഡ് നീസ്. അത് നമ്മുടെ കൈമുട്ടും അതുപോലെ കാൽമുട്ടും കുറച്ച് ഡാർക്ക് കളറായിട്ട് കറുത്ത കളറൊക്കെ ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു ഡാർക്ക് കളർ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ തഴമ്പ് വരുന്നതും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കൈമുട്ട് കുത്തിയൊക്കെ നിൽക്കുമ്പോൾ, അതുപോലെ മുട്ട് കുത്തി കാലിന്റെ മുട്ടിനൊരു കറുപ്പ് കളർ വരാറുണ്ട്. അതുപോലെ ഇരിക്കുമ്പം നമ്മുടെ കാലിന്റെ കണ്ണയിലൊക്കെ കറുത്ത കളർ വരാറില്ലേ. അതുപോലെ തന്നെ ഒരുപാട് വെയിൽ കൊണ്ടിട്ടും ആവാം. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എന്റെ കൈമുട്ടും അത്യാവശ്യം കറുത്തത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതലും ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതുകൊണ്ട്, കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ ആ കളർ തന്നെ കുറഞ്ഞു. ഇപ്പൊ വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി കറുത്ത കളർ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം വീട്ടിലെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് ഈ ഡാർക്ക് കളർ മാറ്റിയെടുക്കാനുള്ള ചെറിയ ചെറിയ പോംവഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് വെച്ചാല് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമ്മുടെ അപ്പക്കാരം ഇല്ലേ, അപ്പക്കാരം കുറച്ചെടുത്തിട്ട് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് അതിന്റെ ഒപ്പം കുറച്ച് പാല് കൂടി മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡയ്ക്ക് ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ തേക്കുന്ന ആ ഭാഗത്തെ കറുത്ത കളർ മാറ്റി വെളുത്ത കളറാക്കാൻ സഹായിക്കും. നമ്മുടെ സ്കിൻ ലൈറ്റും ചെയ്യാൻ പറ്റും. ബേക്കിംഗ് സോഡ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ ചിലപ്പം ചില സ്കിന്നുകാർക്ക്, സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് പാല് കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇവർ തൂത്ത് കൊടുക്കാൻ. അപ്പൊ അത് നമുക്കൊരു 2-3 മിനിറ്റ് തേച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. പിന്നെ അടുത്ത മെത്തേഡാണ് ചെറുനാരങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് ഇത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. 1 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. ചെറുനാരങ്ങയിൽ സിട്രിക് ആസിഡും വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്. നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണ് ചെറുനാരങ്ങ. നമ്മുടെ ഇവിടുത്തെ സ്കിന്നിന് ലൈറ്റൻ ചെയ്യാനും കളർ വർദ്ധിപ്പിക്കാനും സഹായിക്കാം. കറുത്ത കളറൊക്കെ മാറ്റാൻ ചെറുനാരങ്ങ നീര് നല്ലതാണ്. നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അപ്പൊ ഈ നീര് മുഴുവൻ എടുത്തിട്ട് നമ്മൾ ഈ തൊണ്ട് കളയില്ലേ, ആ തൊണ്ട് മാത്രം എടുത്ത് വരച്ചാലും മതി കേട്ടോ, നല്ലതാണ്. അടുത്ത മെത്തേഡാണ് ചെറുനാരങ്ങയുടെ കൂടെ ടൂത്ത് പേസ്റ്റ് തേച്ചിട്ട്, വെള്ള കളറുള്ള ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ്, കോൾഗേറ്റ് ഒക്കെ ഇല്ലേ, അത് തേച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ മേലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ടൂത്ത് പേസ്റ്റിന് ഇതുപോലെ നമ്മുടെ ഈ ഭാഗത്തെ ഡെഡ് സ്കിൻ ഒക്കെ കളയാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കളർ ലൈറ്റും ചെയ്യാൻ കഴിയും. കളറൊക്കെ മാറാൻ സഹായിക്കും. പിന്നെ അടുത്ത മെത്തേഡാണ് ഉരുളക്കിഴങ്ങ്. നമ്മുടെ പൊട്ടറ്റോ കൊണ്ട് ജസ്റ്റ് റബ്ബ് ചെയ്താൽ മതി. കാണിച്ചു തരാം. ഇത് ഇങ്ങനെ നടുവേ മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പീസായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് തേക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു പ്രശ്നം വരില്ല, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഡെയിലി 2 പ്രാവശ്യം 3 പ്രാവശ്യം വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ പൊട്ടാറ്റോ കൊണ്ട് ഒരു ഐസ് ക്യൂബ്സ്, ബ്യൂട്ടി ഐസ് ക്യൂബ്സിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ മുഖത്തെ കരുവാളിപ്പം, കഴുത്തിലെ കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ആ സെയിം ഐസ് ക്യൂബ് നമ്മുടെ മുട്ടിൽ തേച്ചാലും മതി കേട്ടോ. അപ്പൊ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് ഇടാം, അത് കണ്ടിട്ട് അതുപോലെ ചെയ്താലും മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് പഞ്ചസാരയും തേനും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റബ്ബ് ചെയ്യാം. അപ്പൊ പഞ്ചസാര നമ്മുടെ ഇവിടുത്തെ ഡെഡ് സ്കിൻ ഒക്കെ മാറ്റി നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കും. പഞ്ചസാര നമുക്കൊരു സ്ക്രബിങ് ഏജന്റ് ആണ്. പഞ്ചസാരയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ഡെഡ് സ്കിൻ ഒക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ തേനും പഞ്ചസാരയും കൂടി ഉള്ളതാണെങ്കിലും ഇവിടുത്തെ ഡാർക്ക് കളറൊക്കെ മാറ്റാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നാരങ്ങ നീരും തേനും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിശ്രിതവും തേക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഫൈനൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അലോവേര, നമ്മുടെ കറ്റാർവാഴയില്ലേ, കറ്റാർവാഴയുടെ ജെല്ല് മാറ്റിയെടുക്കൊന്നും വേണ്ട. കറ്റാർവാഴയുടെ ഒരു പീസ് എടുത്തിട്ട് അതിന്റെ നടുവേ കീറി ആ ജെല്ല് വരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കറ്റാർവാഴയ്ക്ക് ധാരാളം ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഡെഡ് സ്കിൻ മാറ്റാനും ഇവിടുത്തെ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കും. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. അപ്പൊ ഇതിൽ ഏത് റെമഡി വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. എല്ലാം എഫക്റ്റീവ് ആണ്. നമ്മുടെ വീട്ടിലെ ഏത് ഇൻഗ്രീഡിയന്റ് ആണ് ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം. പിന്നെ ഇതെല്ലാം നമുക്ക് ആഴ്ചയിൽ 1 ദിവസങ്ങളിൽ ചെയ്യാം. ഉരുളക്കിഴങ്ങിന്റെ കാണിച്ചത് നമുക്ക് ഡെയിലി വേണമെങ്കിലും ചെയ്യാം. ഡെയിലി 2-3 പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ എല്ലാം ഏകദേശം ഒരാഴ്ച ഒരു 3-4 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ തുടങ്ങും. അപ്പം ഇത് മാറിക്കഴിഞ്ഞിട്ട് നിർത്തരുത്, ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ. അപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ആണെങ്കിലും തൂത്താൽ മതി. അപ്പൊ ഇത് കൈമുട്ടുകൾക്ക് മാത്രമല്ല, കാൽമുട്ടുകൾക്ക്, അതുപോലെ കാലിലെ കണ്ണയ്ക്കും, അതുപോലെ അണ്ടർ ആംസിൽ നമ്മുടെ കക്ഷത്തിലെ കറുപ്പ് മാറാനൊക്കെ ഉപയോഗിക്കാം.
ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആയ പ്രിൻസി ചോദിച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ പ്രിൻസിക്ക് സന്തോഷമായെന്ന് കരുതുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ആരെങ്കിലും ഡ്യൂഡ്രോപ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നതാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പൊ ഇതുപോലെ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.